ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയമെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് ചെയ്ത നിലപാടുകൾ, അതായത് ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു, അതിനുശേഷം വീണ്ടും പ്രതിഷേധമുയർന്നു, സസ്പെൻഡ് ചെയ്തു. അതുമാത്രമല്ല അടുത്ത തവണ സീറ്റ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നിയമസഭയിലൊരു സ്വതന്ത്രനെ പോലെ വന്നിരിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശം കൊടുത്തു. എന്നിട്ടും CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ കലി അടങ്ങുന്നില്ല. മറുവശത്ത് നിൽക്കുന്നത് മുകേഷും കടകംപള്ളിയും പി ശശിയും ശശീന്ദ്രനും അടങ്ങുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളതിനൊന്നും ഒരു പ്രശ്നമില്ല. അന്ന് MV ഗോവിന്ദൻ പറഞ്ഞതും മുകേഷ് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ മുകേഷിൻ്റെ MLA സ്ഥാനം പിന്നെ തിരിച്ചു കിട്ടുമോ, ഈ ധാർമ്മികതയൊക്കെ എവിടെ പോകും എന്ന് ചോദിച്ച അതേ ഗോവിന്ദൻ തന്നെ പറയുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു തെരഞ്ഞെടുപ്പ് അൻവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, എന്തൊക്കെയോ മുഖ്യമന്ത്രിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും ഒക്കെ വിളിച്ചു പറഞ്ഞ ശേഷം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോവുകയാണ്. അതിനുശേഷം അവിടെ വീണ്ടും കോടികൾ ചെലവഴിച്ച് ഇലക്ഷൻ നടത്തുന്നു, മറ്റൊരു ചെറുപ്പക്കാരനെ അവിടെ MLA ആയി വാഴിക്കുന്നു. അത് 3 മാസം കഴിയുമ്പോൾ പെണ്ണ് കേസിൽപ്പെട്ട് അയാളും പുറത്താവുന്നു. അപ്പോൾ ഈ ഓരോ 3 മാസത്തിൽ ഓരോ ഇലക്ഷൻ നടത്താനും വേണ്ടി ഒന്നാമത് കേരളം കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ മണ്ടയ്ക്ക് ഇതെല്ലാം കൂടെ വെച്ച് കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഇനിയും രാജിക്ക് വേണ്ടി എന്തിനാണ് മുറവിളി കൂട്ടുന്നത്? ഇതിൽ അടങ്ങിക്കൂടെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായ അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരുക്കലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ആരോപണവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് ഇപ്പോൾ ഈ മീഡിയയിലെല്ലാം നടക്കുന്നത്. ഞാൻ സ്ത്രീകളുടെ പക്ഷത്ത് മാത്രം നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ആ ഫീൽഡിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകാതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സെക്ഷൽ അലിഗേഷൻസ് മാത്രമല്ല, അവിടെ അതിനുവേണ്ടി ഉണ്ടാകേണ്ട ക്രമീകരണവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ മീഡിയയ്ക്ക് താല്പര്യം ഉണ്ടായത് ഈ സെക്ഷൽ ഹെൽസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. അവരത് പരമാവധി ഉപയോഗിച്ച് അതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ റേറ്റിംഗ് ധാരാളമായി കൂട്ടാനായിട്ട് കഴിഞ്ഞു. ഉമ്മൻചാണ്ടി വിഷയം ഉണ്ടായി. ആ വിഷയത്തിൽ സരിതയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സരിതയും വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഞാൻ ആ വിഷയത്തിൽ ഒരിക്കൽ പോലും ചർച്ചയിൽ പോയിട്ടില്ല. കാരണം അതൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ഒരു വ്യക്തിനെ, ഒരു സ്ത്രീനെ ചേർത്ത് പറയുന്നത്. ആ സ്ത്രീക്കും വ്യക്തിത്വമുണ്ട്, ആ പുരുഷനും വ്യക്തിത്വമുണ്ട്. ഒരു കേസ് സംശയാതീതമായി ഇപ്പോൾ പല ആളുകൾ, ഇപ്പോൾ ദിലീപ് കേസ് വരുന്ന സമയത്ത് ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകളെല്ലാവരും പറയുന്ന ഒരു കാര്യം, സംശയാതീതമായ രീതിയിൽ ഒരാൾ തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ കുറ്റക്കാരനല്ല എന്നാണ്. അതങ്ങനെയല്ല. പോലീസ് വെറുതെ കേസെടുക്കില്ല. ഒരാളെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, അത് പ്രൈമ ഫേസി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ റിപ്പോർട്ട് ഒരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ വന്ന അയാൾ പ്രതി തന്നെയാണ്. പക്ഷേ എല്ലാ കേസുകളും ശിക്ഷിക്കപ്പെടണമെന്നില്ല. കാരണം അതിൽ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതികൾക്ക് നൽകുന്ന ഒരു നിയമ സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ നമ്മുടെ കൺമുന്നിൽ വെച്ച് കൊലപാതകം ചെയ്യുന്ന ആളുകൾ പോലും രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ഒരാൾ ഇപ്പോൾ ഇവിടെ ഈ കേസിൽ ഇതുവരെ ഈ പെൺകുട്ടികൾ എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുന്നില്ല? അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. ഒരാൾ ജെനുവിനാണെങ്കിൽ അവർ പോലീസിൽ പരാതി കൊടുത്തിരിക്കും. ഇതിൻ്റെ പിന്നിൽ കൃത്യമായി കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് വഴക്കും CPM ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവരുടെയും താല്പര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്, വളരെ ബോധപൂർവമായി. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികളാരും ഒരു മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചേക്കുന്നത്, മോശമായ മെസ്സേജുകൾ. അങ്ങനെയാണെങ്കിൽ CPM-ൻ്റെ തന്നെ എത്ര ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പേരിൽ? ഇപ്പോൾ രാത്രി ചില ആളുകളുടെ, എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ ഒന്ന് രാത്രി പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര മെസ്സേജുകൾ, എത്ര സംസാരങ്ങൾ, എത്ര ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പലരും ഇങ്ങനെയാണ്, പലരും ഇങ്ങനെയാണ്. പക്ഷെ അതിൽ ഒരു കുട്ടി ജെനുവിനാണെങ്കിൽ അവർ പരാതി കൊടുക്കും. അപ്പോൾ അവരുടെ ഫോൺ പരിശോധിക്കും. അവരുടെ ഫോൺ പരിശോധിച്ച് കോടതിയിൽ കേസ് വരും. ഇപ്പോൾ വേടൻ്റെ കേസിൽ എന്തുണ്ടായേ? വേടൻ്റെ കേസിൽ പരാതി കൊടുത്തു. ആ കേസിൽ വേടൻ ജാമ്യം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ കുട്ടിയുടെ മെസ്സേജുകളും ഫോണിലെ മെസ്സേജുകളും എല്ലാം പരിശോധിക്കപ്പെട്ടു. അതിൽ നിന്ന് കോടതിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ടായി. ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നത് കൺസെൻറ്റോട് കൂടിയാണ്. പിന്നീട് അവർ തമ്മിൽ തെറ്റുമ്പോൾ, ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് 498A, അതായത് ഭർത്തൃപീഡനം യഥാർത്ഥത്തിൽ നടക്കുന്ന സമയത്ത് അപ്പം തന്നെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന, ജാമ്യം കൊടുക്കാത്തൊരു വകുപ്പായിരുന്നു അത്.
പക്ഷേ ഇപ്പോൾ ആ 498 നമുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ തെറ്റായിട്ടുള്ള രീതിയിൽ ഈ 498 പല സ്ത്രീകളും ഉപയോഗിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജെന്യുവിനായിട്ടുള്ള ഇപ്പോൾ എത്ര 10-15 പെൺകുട്ടികളായി കേരളത്തിൽ ആത്മഹത്യ ചെയ്യണത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജെന്യുവിനായിട്ട് ഉള്ള ഒരു കേസിൽ കൊണ്ടുപോയി പരാതി കൊടുത്താൽ പോലീസ് ഇപ്പോൾ ചെയ്യണ വെച്ചാൽ കേസ് എടുക്കണില്ല. പകരം എന്ത് ചെയ്യും, അവർ കൗൺസിലിങ്ങിന് വിട്ട് ആ കൗൺസിലിങ്ങിൽ കഴിഞ്ഞ് ഒരു 6 മാസം 7 മാസം കഴിയുമ്പോഴേക്കും കേസിൻ്റെ പ്രസക്തി അങ്ങോട്ട് പോവാം. അപ്പോൾ ജെന്യുവിനായിട്ടുള്ള കുട്ടികൾക്ക് നീതി കിട്ടാതെ പോകുന്നതിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ജെന്യുവിൻ അല്ലാത്ത ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പണ്ട് മഞ്ഞ പത്രങ്ങൾ എന്ന് പറയണത് പോലെ മെയിൻ സ്ട്രീം ചാനലുകളെല്ലാം ഈ രാഹുൽ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് മീഡിയയാണ്. എല്ലാ ചർച്ചകളിലും അയാളെ വിളിച്ച് അയാൾക്ക് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്ത് ഈ നിയമസഭാ സീറ്റ് അടക്കം അയാൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം. അയാൾ വന്നല്ലോ ഉള്ളൂ, വരുന്ന വഴിക്ക് തന്നെ അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള അംഗീകാരം കൊടുത്ത് അയാളെ ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് എല്ലാ മീഡിയ അയാൾ ഉപയോഗിച്ച്. ഇപ്പോൾ അതേ മീഡിയ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിനെ കൊല്ലുന്നത്. ഈ ഉമ്മൻചാണ്ടി കേസിൽ ഈ മീഡിയയും മറ്റു ആളുകളൊക്കെ ഉമ്മൻചാണ്ടിനെ ഇത്ര അധികം അപകീർത്തിപ്പെടുത്തിയിട്ട് ഒരു ഇത്ര അധികം രാഷ്ട്രീയമായിട്ട് നിന്ന ഒരു വ്യക്തിനെ, ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിനെ അപകീർത്തിപ്പെടുത്തിയിട്ട് ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് ആർക്കെങ്കിലും കഴിഞ്ഞു. അതോടുകൂടി അയാൾ രോഗിയായി, അതോടുകൂടി അയാൾ പൊളിറ്റിക്സിൽ നിന്ന് ഔട്ടായി, അയാളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ സ്ത്രീകൾക്ക് ജെനുവിനായിട്ട് ഇതിൽ മാനഹാനി ഉണ്ടായെങ്കിൽ അവർ പോലീസിൽ പരാതിപ്പെടണം. പോലീസിൽ പരാതിപ്പെടുന്ന പണ്ട് നമ്മുടെ ജോസഫൈൻ സഖാവ് ഒരു പെൺകുട്ടി, അത് പക്ഷെ ജെനുവിനായിട്ട് ആ പെൺകുട്ടിക്ക് പുറത്തു പോയി പറയാൻ കഴിയാത്ത പേടിയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ജോസഫൈൻ സഖാവ് അതിൽ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല? അതൊരു പ്രധാനപ്പെട്ട ഒരാളെ മാനഹാനി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് പരസ്പര റിലേഷൻഷിപ്പ് ഉണ്ടാവുക, സമ്മതത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക, അയാൾ ഇങ്ങോട്ടേക്ക് പറയുന്ന സമയത്ത് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അയാളുടെ കൂടെ നിൽക്കുക, ഒരു ഘട്ടം കഴിയുമ്പോൾ അയാളെ തള്ളിപ്പറയുക, അത് ഈ നിയമത്തിനെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ്. അതേസമയം ഈ പെൺകുട്ടികൾ ജെനുവിനാണെങ്കിൽ അവർ പോലീസിൽ പരാതി കൊടുത്ത് അയാൾക്കെതിരെ കേസെടുപ്പി അയാളെ ശിക്ഷിക്കണം. അതിൽ യാതൊരു തർക്കമില്ല. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ ചെയ്ത കാര്യം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതിൽ വി.ഡി. സതീശൻ അതിൽ ഒരു ഇപ്പം ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ്. അയാളടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ അതിൽ ജെനുവിനാണ്. കാരണം ചിലപ്പോൾ അയാൾ ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാകുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ചെയ്യാൻ കഴിയുന്ന എന്താ, അവരെ തമ്മിൽ വിളിച്ച് വിവാഹം കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് അയാൾ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പം അയാൾക്കെതിരെ വലിയ അലിഗേഷനായിട്ട് പറയുന്നത്. അതൊരു ശരിയാണല്ലോ, അതൊരു ശരിയാണ്. പിന്നെ ഇപ്പം ചെയ്തിരിക്കുന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന കാര്യം. അതായത് ഇപ്പോൾ കൊലപാതകം ചെയ്താലും റേപ്പ് ചെയ്താലും ഒരു പ്രതിനെ കൊന്നു കളഞ്ഞാൽ അയാൾക്ക് തൂക്കുകയറി കിടത്തത് കഴിഞ്ഞു. പക്ഷെ ഇപ്പം ചെയ്തേക്കണ എന്താ, അയാളെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അയാൾക്ക് പ്രതിപക്ഷത്തിൻ്റെ സീറ്റിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി, സംഘടനാ തലത്തിൽ നിന്ന് അയാളെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി. എന്നിട്ട് അയാൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കേണ്ടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ അപമാനിതനായി മാറുന്നത്. ഇത് കൊലപാതകത്തിനേക്കാൾ വലിയ ശിക്ഷയാണ് കിട്ടുന്നത്. ഇനി ഇയാൾ ഈ പറഞ്ഞ പോലെ തെറ്റുകൾ ചെയ്തിട്ടില്ല എങ്കിൽ ആർക്ക് അയാളുടെ ജീവിതത്തെ തിരിച്ചു കൊടുക്കാൻ പറ്റും? ആർക്കാളുടെ ജീവിതത്തെ തിരിച്ചു കൊടുക്കാം? ജീവിതം മാത്രമല്ല എല്ലാം പോയില്ലേ, എല്ലാം പോയി. പൊളിറ്റിക്കൽ കരിയർ പോയി. ഉമ്മൻചാണ്ടിയുടെ പോലെ തന്നെ ഒരു സാഹചര്യത്തിലേക്ക് അയാൾ എത്തുന്ന ഒരവസ്ഥയുണ്ടാവും. പക്ഷെ ഇപ്പുറത്ത് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ധാർമ്മികമായ രീതിയിൽ ഇപ്പം മുകേഷ് രാജിവെക്കണമെന്ന് അഭിപ്രായം പറഞ്ഞ ഒരാളാണ് ഞാൻ, ഇടതുപക്ഷത്ത് നിൽക്കുന്നതാണ്. കാരണം പക്ഷെ അയാൾ അവർ സംരക്ഷിച്ചു. പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും ഇപ്പോൾ വരാൻ പാടില്ല. അത് ജനവിരുദ്ധമാണ്. ഇവർക്കൊക്കെ തോന്നുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താനും ഇത് ജനങ്ങളുടെ പണം എടുത്തിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാട് ഈ കാര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ്.